നമുക്കറിയാം മലയാളികളായതുകൊണ്ട് ഇന്ന് ഇടവമാസമാണെന്ന്. ഇടവം എന്ന പേര് വന്നത് പോത്തിന്റെ ചിത്രം ആകാശത്തെ നക്ഷത്രങ്ങളെ വരച്ച് കൂട്ടിച്ചേർത്താൽ ഇടവമാസത്തിൽ പോത്തിന്റെ ചിത്രം കിട്ടുന്നത് കൊണ്ടാണ് ഇടവം എന്ന് പറഞ്ഞ പോത്ത് ഇടവമാസം എന്ന് പേര് വന്നത് എന്ന് നമ്മൾ പഠിച്ചു. മേടം എന്ന് പേര് വന്നത് മേഷം ആടിന്റെ ചിത്രം കിട്ടുന്നത് കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. മിഥുനം ഭാര്യാഭർത്താക്കന്മാര് വളരെ യോജിപ്പോടുകൂടി അഭിമുഖമായി ഇരിക്കുന്ന ചിത്രമാണ്. ആകാശത്തെ നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന മാസത്തെയാണ് മിഥുനം എന്ന് പറയുക. ഭാര്യാഭർത്താക്കന്മാര് തെറ്റിയാ 96, യോജിച്ചാൽ 69 എന്നാ പറയുക. തെറ്റിയാ 96 യോജിച്ചാൽ 69 ആണ്. അപ്പൊ അങ്ങനെ യോജിച്ചിരിക്കുന്ന ചിത്രമാണ് മിഥുനം. ഞണ്ടിന്റെ ചിത്രമാണ് കർക്കിടകം. സിംഹത്തിന്റെ ചിത്രമാണ് ചിങ്ങം. കന്യകയുടെ ചിത്രമാണ് കന്നി. ത്രാസ് തുലാസ് എന്ന് പറയുന്ന തുലാസിന്റെ ചിത്രമാണ് തുലാം. തേളിന്റെ ചിത്രം, തേളിനെ അറിയില്ലേ? നമ്മുടെ തേള് കുത്തുന്നത് സ്റ്റേറ്റ് ബസിന്റെ മണിയടിക്കും പോലെ കുത്തുന്നൊരു ജീവിയില്ലേ തേള്, സ്കോർപ്പിയൻ. അതിന്റെ ചിത്രമാണ് വൃശ്ചികം. വില്ലിന്റെ ചിത്രമാണ് ധനു. മകരം, നർമ്മദാദേവിയുടെ വാഹനമായിരിക്കുന്ന മകര മത്സ്യമുണ്ട്. മുഖം മകരം എന്ന് പറഞ്ഞാല് മുതലയാണ്. മുഖം മുതലയുടെയും ഉടല് മത്സ്യത്തിൻ്റെതുമായിരിക്കുന്നതാണ് മകര മത്സ്യം. അതിന്റെ ചിത്രം കിട്ടിയ മകരം. കുംഭം എന്ന് പറഞ്ഞാൽ പാത്രം. മീനം എന്ന് പറഞ്ഞാൽ സാധാരണ പരൽമീനിന്റെ ചിത്രം. വീണ്ടും മേടം.